ഹലോ എവ്രിബാഡി. അപ്പോൾ നിങ്ങളെല്ലാവരും വിനീഷ്യസ് ജൂനിയറിൻ്റെ പുതിയ ചിൻ സർജറി കണ്ടിട്ടുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിത് പണ്ട് മുതലേ പുള്ളീനെ ആദ്യമേ 19 വയസ്സോ ആ തൊട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ തോന്നുന്നത്, അതായത് എന്തോ പോലെ ആയിട്ട്. പക്ഷേ പുള്ളി ലുക്കായിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. മിക്ക ആൾക്കാരും ചിരിക്കുക തന്നെയാണ്. അതിപ്പോൾ മലയാളി തൊട്ടിട്ട് ലാറ്റിൻ, അതായത് സ്പാനിഷുകാർ തൊട്ടിട്ട് എല്ലാവരും പുള്ളിയെ അറിയുന്നവരെല്ലാവരും ചിരിക്കുക. എനിക്ക് തോന്നുന്നത് ഈ ഈ ഒരു ഇത് സംഭവം ആൾക്ക് ലുക്ക് കൂട്ടിയായിട്ടായിരിക്കും പുള്ളിക്ക് തോന്നുന്നത്, എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളിനെ ലുക്ക് മാറ്റിയത് എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നത് നല്ല മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും. കാരണം ഇയാൾ ഇങ്ങനെ കണ്ട എനിക്ക് ആർക്കിതൊരു തിരിച്ചറിയത്തില്ല. അതുപോലൊരു മാറ്റം, ഒരു അതായത് നമുക്കിപ്പോൾ ലുക്ക് മാക്സ് ആകുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. അതായത് റൊണാൾഡോൻ്റെ ആദ്യത്തെ കോലത്തിൽ നിന്ന് അല്ലെങ്കിൽ രൂപത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി ലുക്ക് മാക്സ് ആക്കി. ഇത് എനിക്ക് തോന്നുന്നു ലുക്ക് ഡൗൺ ആകുകയാണ് ചെയ്തത്. പുള്ളിക്ക് ആദ്യം തന്നെ അത്യാവശ്യം ലുക്കുണ്ട്, പിന്നെ പുള്ളി എന്തിനാണത് ആ ലുക്ക് കളഞ്ഞത് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ യമാലിൻ്റെ കാര്യമാണെങ്കിൽ പുള്ളി ലുക്ക് മാക്സാണ് ചെയ്തത്. അതിപ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. ഇനി ഇത് നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്താൽ, കാരണം പുള്ളിയുടെ പഴയ ലുക്ക് നമ്മൾ കണ്ട് ചേലായി പോയിട്ട് നമുക്ക് എന്തോപോലെ തോന്നുകയാണെന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പുള്ളിയുടെ മെൻ്റൽ ഹെൽത്ത് നന്നായി നശിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ചിലപ്പോൾ പെർഫോമൻസിനെ വരെ ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് ഭയങ്കര പുള്ളിക്കാരനെ കാണുമ്പോൾ ഇതെന്താ തോന്നുന്നത്, എനിക്കൊന്ന് പുള്ളിയുടെ മോന്തയ്ക്ക് പുള്ളിയുടെ ആ ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ രണ്ട് ഫോട്ടോയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി ആദ്യം നല്ല സന്തോഷവാനായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്തോ ഒരു സന്തോഷമില്ലാത്തൊരു വൈബ് വരുന്നുണ്ട്. എന്തായാലും പുള്ളിയുടെ സർജറി വളരെ അടിപൊളിയായി. ഓക്കെ, അതായത് എൻ്റെ ഇതും ചെയ്യണമെന്നൊക്കെ വീട്ടുകാരൊക്കെ പറയുന്നത് കേൾക്കും, അതായത് എൻ്റെയൊക്കെ. പക്ഷേ എനിക്കെന്തോ പോലെ ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പണിയാണ്. ഇത് ലുക്ക് മാക്സ് ആണെന്ന് വരും ലുക്ക് ഡൗൺ ആയി, ഭയങ്കര അടിപൊളി. പിന്നെ ഇത് റിസ്ക് ആയ സർജറി ഒക്കെ തന്നെയാണ്. പക്ഷേ എനിക്കറിയത്തില്ല ഈ സർജറിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയത്തില്ല. പക്ഷേ പുള്ളി ഇത് എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഉറപ്പ് പറയുന്നു, പുള്ളിയുടെ പെർഫോമൻസിനെ ചിലപ്പോൾ ബാധിക്കില്ലായിരിക്കും, എനിക്കറിയില്ല. ഞാനിത് ജ്യോതിഷനൊന്നുമല്ല, പക്ഷെ നല്ലൊരു വ്യത്യാസമുണ്ട്. ആൾക്കാർ നന്നായി ചിരിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് അത്യാവശ്യം ലുക്കുള്ള ഒരാൾ ഇത് ഇപ്പൊ പുള്ളിക്ക് ചിരി പോലും ഇല്ല. ഇപ്പൊ കണ്ട ഒരു സീനിയർ ആയ ഒരു വ്യക്തിയെ പോലെയാണ്. ആദ്യം നല്ലൊരു വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു, ഇപ്പോൾ വിനീഷ്യസ് സീനിയർ പോലെ പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് എന്താ പറയാ, ജെയ്സൺ ഡുർലോനെ പോലെ ആയിരുന്നു ഒക്കെ പറയുന്നുണ്ട്. സംഭവം എന്തായാലും എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇങ്ങനെ ഒരാളുടെ ഒരു സർജറി, ഇത് ഇനി ആൾക്കാർ കളിയാക്കിയോ, ഇനിയിപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞാ സർജറി ചെയ്യണം, നീ ഭയങ്കര ലുക്കാവും. ഇത് മനസ്സിലായ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഫേസ് അത്യാവശ്യം ആൾക്കാരുടെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജാതി ഇത് കളിക്കരുത്. കാരണം പിന്നെ അത് ഭയങ്കര ബോറാത്. അതിന് വരെ നമ്മൾ ആർക്കും അറിയത്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഫേസ് ഇത്ര മണ്ടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ജാതി പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആള് ലുക്കായിട്ടുണ്ടാവുമായിരിക്കും, നമുക്ക് നല്ല ലുക്കായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല, ലുക്ക് ഡൗൺ ആയിട്ടാണ് തോന്നുന്നത്, ലുക്ക് മാക്സ് ആയിട്ടില്ല, ഉറപ്പാ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ പെർസെപ്ഷൻ മാറണം. എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ലുക്ക് കുറഞ്ഞു എന്നാണ്. നിങ്ങളുടെ തോട്ട്സ്, പുട്ട് ഡൗൺ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.